മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പന് മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ചു, എന്നോട് പറഞ്ഞത്: എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക. മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടു മാറുകയും അരുത്. അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക. നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല. ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുകയും അരുത്. അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നുപോവുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുക